നിങ്ങൾ എല്ലാ ദിവസത്തെയും പോലെ നിങ്ങളുടെ വീട്ടിലെ സോഫയിൽ ഒരു രാത്രി ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ സ്ക്രോളിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ എന്തൊക്കെയോ ആവണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ടേക്ക് പച്ച പിടിക്കണില്ല. അപ്പോഴാണ് ദേ യൂട്യൂബിൽ പെട്ടെന്നൊരു നോട്ടിഫിക്കേഷൻ. എഴുതി വെച്ചതെല്ലാം നടന്നു, നിങ്ങളും ഇതുപോലെ ഒന്ന് എഴുതി വെച്ചാൽ മതി, എല്ലാം നടക്കും. മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ അവർ വാ തോരാതെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് എന്താ ഇപ്പൊ ഇത് സംഭവം എന്ന് വിചാരിച്ചിരിക്കുകയാണ് നിങ്ങൾ. നിങ്ങൾ വിചാരിക്കണ പോലെ അത്ര മായികമായിട്ടുള്ള സംഭവമൊന്നും അല്ല ഇത്. ഇതിന്റെ പിന്നിലൊരു സയൻസ് ഉണ്ട്. ആ സയൻസ് ആക്ച്വലി മനസ്സിലാക്കി നമ്മൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫിനെയും ഈ ഒരു മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ എന്നിവ വെച്ച് നമുക്ക് അടിപൊളിയാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ അതിനെപ്പറ്റി നോക്കിയാലോ. പിന്നെ നിങ്ങൾ പ്രൊഡക്റ്റീവ് ആകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, ലൈഫിൽ അടിപൊളിയായിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒട്ടും വൈകാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അടിപൊളി കോണ്ടന്റ്സ് ഈ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് നോക്കാം ഈ ഒരു മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ എന്നിവയ്ക്ക് പിന്നിലുള്ള ആ ഒരു സയൻസ് എന്താണ്, എങ്ങനെ ആ സയൻസ് മനസ്സിലാക്കിക്കൊണ്ട് ഇവയെ നമ്മളെ ലൈഫ് അടിപൊളിയാക്കാൻ നമുക്ക് ഉപയോഗിക്കാമെന്ന്. എല്ലാവർക്കും നമസ്കാരം. പ്രെപ് ടുഗദർ ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മാനിഫെസ്റ്റേഷന്റെയും ലോ ഓഫ് അട്രാക്ഷന്റെയും പിന്നിലുള്ള സയൻസ് നമ്മൾ ചെകഞ്ഞു പോകുമ്പോൾ നമ്മൾ പോയി തപ്പേണ്ടത് സൂപ്പർ നാച്ചുറൽ പവറിലേക്കൊന്നും അല്ല, നമ്മുടെ തന്നെ ഉള്ളിലുള്ള ഒരു പവറിലേക്കാണ്. നമ്മളുടെ മെയിൻ പവർ ആയിട്ടുള്ള നമ്മുടെ ബ്രെയിൻ. ഈ ബ്രെയിൻ ആണ് മാനിഫെസ്റ്റേഷന്റെയും ലോ ഓഫ് അട്രാക്ഷന്റെയും ഒക്കെ പിന്നിലുള്ള ശക്തി. ഈ ബ്രെയിനിൽ ഒരു സ്വിച്ച് ഉണ്ട്, റെറ്റിക്കുലർ ആക്ടിവേഷൻ സിസ്റ്റം. നമുക്ക് റാസ് അണ്ണൻ എന്ന് വിളിക്കാം. ഈ റാസ് അണ്ണനാണ് നമ്മുടെ ബ്രെയിനിന്റെ ടിൻഡർ. ലെഫ്റ്റ് സ്വൈപ്പ് ചെയ്യണോ റൈറ്റ് സ്വൈപ്പ് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ റാസ് അണ്ണനാണ്. നമ്മുടെ ബ്രെയിനിലേക്ക് 11 മില്യൺ ഇൻഫർമേഷൻ ആണ് ഒരു സെക്കൻഡിൽ വരുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഈ റാസ് അണ്ണന് ലെഫ്റ്റ് സ്വൈപ്പ് ചെയ്യണോ റൈറ്റ് സ്വൈപ്പ് ചെയ്യണോ ഏതാ ചെയ്യണ്ടേ, നിങ്ങളൊന്ന് ആലോചിക്കേ, നിങ്ങൾക്ക് പറ്റുമോ? അത് സാധിക്കാത്തൊരു സാഹചര്യമാണ്. അവിടെ ഒരു 40 എണ്ണൊക്കെയാണ് റൈറ്റ് സ്വൈപ്പ് ചെയ്ത് നമ്മുടെ റാസെണ്ണം വിടുള്ളൂ. അപ്പോൾ അങ്ങനെ റൈറ്റ് സ്വൈപ്പ് ചെയ്യേണ്ടത് ഏതാണ് എന്ന് നമ്മളൊരു പ്രോപ്പർ അറിവ് നമ്മളെ റാസെണ്ണിന് കൊടുക്കുന്നതാണ് ഈ ഒരു മാനിഫെസ്റ്റേഷൻ എന്നുള്ളത്. അതായത് നമ്മൾ പ്രോപ്പറായിട്ട് എല്ലാ ദിവസവും രാവിലെ എഴുതാണ്, എനിക്ക് ഇന്ന സംഭവം വേണം, ഞാൻ ഇത് ചെയ്യണം, ഇതാവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു ഫീലിംഗ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ റാസെണ്ണിന് മനസ്സിലാവും, ഓ ഇവനിത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇനി തൊട്ട് വരുമ്പോൾ റൈറ്റ് സ്വൈപ്പ് ചെയ്യേണ്ടത് ഏതാ, ആ പർട്ടിക്കുലർ സംഭവം. അങ്ങനെ നമ്മുടെ ബ്രെയിനിനെ റാസെണ്ണൻ കൂടുതൽ ആക്ടിവേറ്റ് ആക്കും. അതിനുവേണ്ടി നമ്മുടെ ബ്രെയിൻ കൂടുതലായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. ഇതാണ് മാനിഫെസ്റ്റേഷനും ലോ ഓഫ് അട്രാക്ഷനും പിന്നിലുള്ള ആ ഒരു ബ്രെയിനിലെ റാസെണ്ണന്റെ പ്രവർത്തനം. ആള് നമ്മളുടെ ബ്രെയിനിനെ കുറച്ചും കൂടെ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ആക്ടിവേറ്റ് ആക്കുന്നു. മാനിഫെസ്റ്റേഷന്റെയും ലോ ഓഫ് അട്രാക്ഷന്റെയും പിന്നിലുള്ള അടുത്ത പവർ എന്താണെന്നറിയോ? പവർ ഓഫ് ദി പെൻ. നമ്മൾ ഇത് എഴുതുമ്പോണ്ടല്ലോ നമ്മളെ ബ്രെയിനിന് തന്നെ മൾട്ടിപ്പിൾ റീജിയൻസ് ആണ് ആക്ടിവേറ്റഡ് ആവുന്നത്. മോട്ടോർ കോർട്ടെക്സ് ആക്ടിവേറ്റ് ആവുന്നു, ലാംഗ്വേജ് റീജിയൻസ് ആക്ടിവേറ്റ് ആവുന്നു, മെമ്മറി റീജിയൻസ് ആക്ടിവേറ്റ് ആവുന്നു. അത് മാത്രമല്ല നമ്മൾ എഴുതി വെച്ചത് വീണ്ടും വീണ്ടും കാണുമ്പോൾ അവിടെ നമുക്ക് വിഷ്വലിയും അത് വീണ്ടും വീണ്ടും നമ്മുടെ ബ്രെയിനിലേക്ക് വരികയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ന്യൂറോ സയന്റിസ്റ്റ് ഇതിനെ പറയുന്നത് ഡീപ്പ് എൻകോഡിങ് നടക്കുന്നു എന്നാണ്. ഈ ഒരു ഡീപ്പ് എൻകോഡിങ് വഴി നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ അക്കാര്യങ്ങൾ നേടുന്നത്. അല്ലാതെ ഈ പറഞ്ഞ പോലെ വലിയ മാജിക് ഒന്നുമല്ല. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധയോടെ പ്രോപ്പറായി ചിന്തിച്ചുകൊണ്ട് അത് എഴുതണമെന്ന് പറയുന്നത്. അല്ലാണ്ട് വെറുതെ നിങ്ങളൊരു പേപ്പറിൽ ഇമ്പോസിഷൻ എഴുതണ പോലെ എഴുതിയിട്ട് ഒരു വിധത്തിലുള്ള ഗുണവുമില്ല. നിങ്ങൾ പ്രോപ്പറായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളെ ബ്രെയിനിനെ നിങ്ങൾ പ്രോപ്പറായിട്ട് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഇത് എഴുതി വെക്കുകയാണെങ്കിൽ, റിപ്പീറ്റഡ് ആയിട്ട് ആഗ്രഹത്തോടെ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തും നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇത് എഴുതി വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, നമ്മൾ പ്രവർത്തിക്കുകയും കൂടെ വേണ്ടേ? ബ്രെയിൻ തന്നെ നിങ്ങളെ പ്രവർത്തിപ്പിക്കുകയും ചെയ്യും. അതിനാണ് ഇവിടെ നമ്മൾ ഇമോഷൻസിനെ ഉപയോഗിക്കുന്നത്. നിങ്ങൾ സാധാരണ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളോട് പറയും, അതായത് നിങ്ങളതൊന്ന് ഫീൽ ചെയ്യണം. അതായത് ഞാൻ എല്ലാവരുടെയും മുന്നിൽ ആ ഒരു പ്രൈസ് വാങ്ങിക്കുന്നു, ഫിലിം ഫെയർ അവാർഡ് ആയിക്കോട്ടെ, ഫിലിം ഫെയർ അവാർഡ് ഇങ്ങനെ വാങ്ങിക്കുന്നു, മോഹൻലാൽ ദേ അവിടെ ഇരിക്കുന്നു, ഷാരൂഖ് ഖാൻ ദേ അപ്പുറത്തിരിക്കുന്നു, എല്ലാവരുടെയും മുന്നിൽ ഞാൻ ഇങ്ങനെ പ്രൗഡായിട്ട് നിൽക്കുന്നു. അപ്പൊ എല്ലാവരും ഭയങ്കര ഹാപ്പി, എല്ലാവരും എനിക്കിട്ട് കൈ കൊട്ടുന്നു. എല്ലാം കേൾക്കുമ്പോൾ ഞാൻ ഭയങ്കര സംഭവമായി എന്നുള്ള ആ ഒരു ഫീലിംഗിലേക്ക് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ എത്തുന്നു. ഈ ഫീലിംഗ് നമ്മൾ നേടിക്കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ അതിനെ കൂടുതൽ ക്രേവ് ചെയ്യും. നിങ്ങൾ കണ്ടിട്ടില്ലേ, മിക്കവാറും നമ്മളൊരു കാര്യം കഴിച്ചു കഴിയുമ്പോഴായിരിക്കും, ഓഫ് എന്തൊരു ടേസ്റ്റ് ഉള്ള ഒരു ജ്യൂസ് ആയിരുന്നു അത്, എനിക്കത് വീണ്ടും കുടിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മൾ ആ ഫീലിംഗിലേക്ക്, നമ്മൾ ഇമോഷനിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ അത് കൂടുതലായിട്ട് ക്രേവ് ചെയ്യും. അത് മാത്രമല്ല നമ്മുടെ ബ്രെയിൻ നമ്മളെ തന്നെ ആ ഒരു രീതിയിലേക്ക് ആക്ട് ചെയ്യിപ്പിച്ചു തുടങ്ങും. അതായത് ഫിലിം ഫെയർ അവാർഡ് നേടിയ ഒരു അടിപൊളി നടനാണ് ഞാൻ ഇത് ഞാൻ തന്നെ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ബ്രെയിൻ പറയും, എടാ പൊട്ടങ്ങണാരാ, നീ ഒരു ഫിലിം ഫെയർ അവാർഡ് നേടിയ അടിപൊളി നടനാണ്, നീ അതുപോലെ വേണം നടക്കാനായിട്ട്. അതിനെയാണ് കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് പറയാം. അതായത് നിങ്ങളിപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന് പറഞ്ഞ് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ
നിങ്ങൾ പോയിട്ട് ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോൾ ബ്രെയിൻ പറയും, എടാ നീ ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്, നീ ഇന്ന് രാവിലെ ഫീലിങ്സ് ഇമോഷനൊക്കെ ഇട്ടത് എന്തും പറഞ്ഞിട്ടാ, നീ പഠിക്കണ കുട്ടിയാണ്, എന്തോ നാളത്തെ വലിയ ടോപ്പറാണെന്ന് പറഞ്ഞിട്ടാ നീ അവിടെ പോയിട്ട് ഇൻസ്റ്റാഗ്രാം അല്ല സ്ക്രോൾ ചെയ്യേണ്ടത്. ഇത് നിങ്ങൾക്ക് ബ്രെയിൻ സിഗ്നൽ തന്നുകൊണ്ടിരിക്കും. അങ്ങനെ നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കുകയും ചെയ്യും. അതാണ് മാനിഫെസ്റ്റേഷന്റെയും ലോ ഓഫ് അട്രാക്ഷന്റെയും ഗുണം. ആ ഗുണം എങ്ങനെ ഉണ്ടാവണം? സൂപ്പർ നാച്ചുറൽ പവർ വഴിയൊന്നുമല്ല, ന്യൂറോ സയൻസ് വഴി ഉണ്ടാവണം. ഇനിതേ ഒരു കാര്യം കൂടി ഉണ്ട് നിങ്ങളെ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷനിലേക്ക് എത്തിക്കുന്നതിൽ. ലോ ഓഫ് അട്രാക്ഷൻ എല്ലായിടത്തും നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ലോ ഓഫ് അട്രാക്ഷൻ മെന്റലിസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ. ലോ ഓഫ് അട്രാക്ഷൻ സത്യത്തിൽ ഈ അട്രാക്ഷൻ ഒന്നുമല്ല, ഇറ്റ്സ് ആക്ച്വലി ലോ ഓഫ് അറ്റൻഷൻ. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഏതൊരു വീഡിയോയിൽ ഞാൻ ഇന്നലെ കണ്ടു. അതായത് നിങ്ങൾക്കൊരു കുട്ടീനെ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പേപ്പറിൽ എഴുതി വെച്ചാൽ മതി, ഇവളെന്തേലോട്ട് അട്രാക്റ്റഡ് ആയിട്ട് വരണേന്ന്. അപ്പോൾ അതേ കുട്ടി ഇങ്ങനെ അട്രാക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങൾ എത്ര ഇമ്പോസിഷൻ എഴുതണോ അത്രയധികം ആ കുട്ടി നിങ്ങളുടെ അടുത്തേക്ക് അട്രാക്റ്റഡ് ആവും. അതൊന്നും അല്ല സംഭവിക്കുന്നത്, ലോ ഓഫ് അറ്റൻഷൻ ആണ് സംഭവിക്കുന്നത്. അതായത് നിങ്ങൾ എഴുതി വെച്ച് കഴിയുമ്പോൾ നിങ്ങളതിൻ്റെ ഓരോ ഡീറ്റെയിലേക്ക് നോക്കും. അതായത് ഒരു കുട്ടീനെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, ആ കുട്ടിയുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കും, അതിനനുസരിച്ച് മാറാൻ ശ്രമിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറേയധികം കാര്യങ്ങൾ ചെയ്യും. അങ്ങനെയാണ് ആ കുട്ടിയെ നിങ്ങൾ അട്രാക്ട് ചെയ്യുക. അത് നമുക്ക് അത്രയ്ക്ക് ആവശ്യമുള്ള കാര്യമല്ല. നമുക്ക് പഠനത്തിലോട്ട് വരികയാണെങ്കിൽ നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് റാങ്ക് നേടണം, ടോപ്പ് റാങ്കിൽ നിങ്ങൾക്ക് എത്തണം, നിങ്ങൾക്ക് വളരെയധികം അച്ചീവിങ് ആയിട്ടുള്ള പേഴ്സൺ ആവണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അതിനെ നിങ്ങൾ അട്രാക്ട് ചെയ്യും. അതിനായിട്ട് നിങ്ങൾ കൂടുതൽ ബ്രെയിനിൽ അറ്റൻഷൻ ഇടും. അതായത് ഞാൻ എന്ത് ചെയ്താലും എനിക്ക് റാങ്ക് കിട്ടുക, എന്തൊക്കെ ഞാൻ ചെയ്യണം, ഞാൻ എത്ര മണിക്കൂർ പഠിക്കണം, അങ്ങനെ കൂടുതൽ ഫോക്കസ് ചെയ്യും. അതുവഴിയാണ് നിങ്ങൾ ആക്ച്വലി ലോ ഓഫ് അട്രാക്ഷൻ വഴി ആ ഒരു മാനിഫെസ്റ്റേഷനിലേക്ക് എത്തുന്നത്. അല്ലാതെ നിങ്ങൾ വെറുതെ ഇമ്പോസിഷൻ 1000 വട്ടം എഴുതി 2500 വട്ടം എഴുതി എൻ്റെ പേജ് മൊത്തം ഞാൻ നിറച്ചു, അപ്പം എനിക്ക് മാനിഫെസ്റ്റേഷൻ നടന്നു വരാനൊന്നും പോണില്ല. നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നത് ഇതുപോലെ നമ്മുടെ ബ്രെയിനിനെ നമ്മൾ സയൻറ്റിഫിക് ആയിട്ട് ഉപയോഗിക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് സ്റ്റെപ്സ് പറഞ്ഞുതരാം, ഓരോ ദിവസം എങ്ങനെ സയൻറ്റിഫിക്കലി മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ഗോളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാമെന്ന്. അതിന് തൊട്ട് മുൻപായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഇതുവരെ നിങ്ങൾ വീഡിയോ കണ്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് ലൈഫിൽ അടിപൊളിയാവണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. അതിൽ ചിലപ്പോൾ ഒരു കാര്യമായിരിക്കാം നിങ്ങൾക്കൊരു ഗവൺമെൻറ് ജോലിയിൽ എത്തിച്ചേരണമെന്നുള്ളത്. അടുത്ത കൊല്ലം അടിപൊളി നോട്ടിഫിക്കേഷൻസ് ആണ് വരുന്നത്. അപ്പോൾ അതിനായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് കോമ്പറ്റേറ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് AI-യുടെ ഹെൽപ്പും ഇതുപോലത്തെ സയൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങളെ പഠിക്കാൻ സഹായിക്കുന്ന ഒരു പ്രോഗ്രാം ഞാൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ലിബറേറ്റ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ഇവിടെ പറയുന്നില്ല. നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. ലിബറേറ്റ് എന്നൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഓൾറെഡി ഒരു ബാച്ചിൻ്റെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. കുറേയധികം എൻക്വയറീസ് വരാണെങ്കിൽ നമ്മൾ അടുത്തൊരു ബാച്ചിനെ കുറിച്ചും കൂടെ പ്ലാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് കോമ്പറ്റേറ്റീവായിട്ട് വർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന നിങ്ങളെ കൂടെ നിൽക്കുന്ന ഒരു മെൻറ്റർഷിപ്പിൽ നിങ്ങൾക്ക് ഭാഗമാവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു നമ്പറിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. നമുക്ക് നേരെ നമ്മളെ സ്റ്റെപ്സിലേക്ക് പോകാം. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ഇതിനായിട്ടൊരു ബുക്ക് മാറ്റി വെച്ചിട്ടുണ്ടാവണം. ആ ബുക്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് നേടാൻ ആഗ്രഹിക്കുന്ന കുറച്ച് മാനിഫെസ്റ്റേഷൻസ് എഴുതാം. കുറേ ഒന്നും എഴുതി വെക്കരുത് കേട്ടോ. ഒരു 3 മാനിഫെസ്റ്റേഷൻസ് എഴുതാം. നിങ്ങൾക്ക് ആക്ച്വലി വേണം എന്ന അത്രയും ആഗ്രഹമുള്ള കാര്യങ്ങളാണ് നിങ്ങളവിടെ എഴുതി വെക്കേണ്ടത്. അത് എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ഒരു ഫീലിംഗ് നേടുക. അതായത് നിങ്ങളിപ്പോൾ ഒരു പ്രൈസ് നേടുന്നു എന്നുള്ളതാണ്. പ്രൈസ് നേടുമ്പോൾ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കും, എൻ്റെ പാരൻസ് ഭയങ്കര പ്രൗഡായിരിക്കും എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക. ആ ഫീലിങ്ങിലേക്ക് നിങ്ങൾ എത്തുക. ഞാൻ പറഞ്ഞു ഫീലിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫീലിംഗ് ആണ് കൊഗ്നിറ്റീവ് ഡിസോണൻസിലേക്ക് നയിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഫീലിംഗ് അങ്ങോട്ടേക്ക് നേടിയെടുക്കുക. എല്ലാവരും എന്നെ നോക്കണം, എൻ്റെ പാരൻസ് ഒക്കെ ഭയങ്കര പ്രൗഡായിട്ടേ അവിടെ ഫ്രണ്ട്ലി ഇരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുക. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദിവസം ആ ഒരു മാനിഫെസ്റ്റേഷൻസിൽ ഏതെങ്കിലും ഒന്ന് നേടാനായിട്ട് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇപ്പോൾ നല്ലൊരു ടോപ്പർ ആവണമെന്നാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ എനിക്ക് നല്ലപോലെ പഠിക്കണം, ഇന്ന് ഞാൻ ഇത്ര നേരം നല്ലപോലെ അടിപൊളിയായിട്ട് പഠിക്കും. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വർക്ക് വരുന്നത് അന്നേ ദിവസം രാത്രിയാണ്. രാത്രി നിങ്ങൾ ഈ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ എടുത്ത് നോക്കുക. നിങ്ങൾ ആ ഒരു ഫീലിംഗ് ഒന്നും കൂടെ ഒന്ന് മനസ്സിലോട്ട് കൊണ്ടുവരിക. അതുപോലെ തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് ആ പറഞ്ഞ സ്റ്റെപ്പ്, അതായത് ഞാൻ പറഞ്ഞില്ലേ മാനിഫെസ്റ്റേഷൻസിൽ ഏതെങ്കിലും ഒന്ന് നടക്കാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യണം. അത് ചെയ്തോ എന്നും കൂടെ ഇവാലുവേറ്റ് ചെയ്യുക. അത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിനുള്ളിലെ കൊഗ്നിറ്റീവ് ഡിസോണൻസ് അങ്ങോട്ടേക്ക് കടന്നു വരും. എന്നിട്ട് ചോദിക്കും, നീയല്ല പറഞ്ഞാൽ നിനക്ക് ഇതൊക്കെ നേടണമെന്ന്, വലിയ ഫീലിംഗ് ഒക്കെ ഉണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലേ എന്ന് നിങ്ങളുടെ ബ്രെയിൻ പ്രോപ്പറായിട്ട് നിങ്ങളോട് ചോദിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സയൻറ്റിഫിക് ആയിട്ട് മാനിഫെസ്റ്റേഷനും ലോ ഓഫ് അട്രാക്ഷനും ഉപയോഗിക്കാം. ഒരു വിധത്തിലുള്ള സൂപ്പർ നാച്ചുറൽ പവറും ഇല്ല, ഒരു മെന്റലിസും ഇല്ല. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യാണ് നിങ്ങളുടെ ഗോൾസിലേക്ക് എത്തിച്ചേരാനായിട്ട്. അപ്പോൾ മാനിഫെസ്റ്റേഷനെയും ലോ ഓഫ് അട്രാക്ഷനെയും കുറിച്ച് ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കാൻ, നിങ്ങളെ ലൈഫിൽ പ്രൊഡക്റ്റീവായിട്ട് എടുക്കാൻ ഈ ഒരു വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്തോ എങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അടിപൊളിയാവണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരാം. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്. ബൈ.